ഒരു ചൈനീസ് പരിവാരത്തിന്റെ പ്രതിനിധി ഇവിടെ നിന്ന് എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. അദ്ദേഹം സഹപാനലിസ്റ്റുകളെ പോലും പരമ പുച്ഛത്തോടെയാണല്ലോ അഭിസംബോധന ചെയ്തത്. ചൈനീസ് പരിവാരത്തിന്റെ പ്രതിനിധി ഇവിടെ നിന്ന് പറയുകയായിരുന്നു, ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത ദിവസത്തെ ദ ടെലഗ്രാഫ് 2023 BC മഹാകാര്യമാണെന്ന്. അത് വഴിയേ അറിഞ്ഞോളൂ. ഒറ്റ കാര്യം നോക്കൂ, ഈ ചൈനീസ് പരിവാരത്തിന്റെ പ്രതിനിധി എന്ന് പറയുന്നതും താങ്കളുടെ സംഘപരിവാർ പ്രതിനിധിക്കുന്നതും എനിക്ക് മനസ്സിലായില്ല. അത് സംഘപരിവാർ പ്രതിനിധി മാന്യമായി പറയണം കേട്ടോ. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമാണ്. ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാറിൽ അംഗവുമാണ്. താങ്കളുടെ പുച്ഛമുണ്ടല്ലോ, അതങ്ങ് പുതുപ്പള്ളി കൊണ്ടുവച്ചാൽ മതി കേട്ടോ, ഇങ്ങോട്ട് എടുക്കണ്ട. അല്ല ശ്രീ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയും സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയും ഒക്കെ ഈ ചൈനീസ് പരിവാര നേതാവ് വിശാലമായി പറയുന്നുണ്ടല്ലോ. അല്ല, ഇതിലാണ് ഈ ചൈനീസ് പരിവാര നേതാവിനാണ് ശ്രീ ജയിക്ക് നേരത്തെ ഞാൻ പറയാം. 948 കൊൽക്കത്തയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിന്റെ തിസീസ് ആണ് എ ആസാദി ഛൂട്ടി ഹേ. എ ആസാദ് അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്നത് കള്ളമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല മിസ്റ്റർ. ഇന്ത്യയെ 16 ഭാഷമാക്കണമെന്ന് പറഞ്ഞവരാണ് മിസ്റ്റർ നിങ്ങൾ. ശരി, ഞാൻ കാരണമില്ല, സമയം അതിക്രമിച്ചുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. താങ്കൾ എന്റെ ആ ചോദ്യത്തിലേക്ക് വന്നിട്ടില്ല, പാകിസ്ഥാൻകാരാണോ അവരൊക്കെ എന്നുള്ളത്. വേണ്ട, ഇനിയിപ്പോ അതിൽ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ തിരിച്ചു വരാം. അതിഥികളിലേക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.